ഈ കെട്ടിപ്പിടുത്തത്തിന് 20 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അതെ, നമ്മൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്ന ഗൾഫിൽ നമ്മൾ ആദ്യമായിട്ട് വന്ന ദുബായിൽ വന്ന തെർമോ എന്ന് പറയുന്ന കമ്പനിയിലാണ്. ആ തെർമോയിൽ വന്നു പലരും പല വഴിക്ക് പോയി. ഖത്തറിലേക്ക് പോയി, ബഹറിനിലേക്ക് പോയി, നാട്ടിൽ പോയി സെറ്റിലായി, അങ്ങനെ പല രീതിയിലും പോയി. ഞാൻ ഇന്ന് വന്നും ദുബായിൽ തന്നെ നിന്നു, UAE തന്നെ നിന്നു. രതീഷ് നാട്ടിൽ പോയി റെസ്റ്റോറന്റ് ഒക്കെ ആയി അങ്ങനെ അതിൽ നിൽക്കായിരുന്നു. ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞോടാ, ഞാൻ ജബലാലി DIPയിൽ വീണ്ടും പ്രവാസത്തിലേക്ക് വന്നിട്ടുണ്ട്, വേറൊരാളുടെ കൂടെ ഒരു റെസ്റ്റോറന്റ് ഇങ്ങനെ ഏറ്റെടുത്ത് നടത്തുകയാണ്, നീ എപ്പോഴെങ്കിലും ജബലാലി ഏരിയയിൽ വരുമ്പോൾ എന്റെ റെസ്റ്റോറന്റിൽ വരണേന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് അവിചാരിതമായിട്ട് എന്റെ വർക്കും ജബലാലി ആയത് കാരണം നേരെ അങ്ങോട്ട് പോയി. ഇന്ന് അവന്റെ കൂടെയായിരുന്നു ഈ ഊണ് കഴിച്ചത്. കുറെ കാലത്തിന് ശേഷം രതീഷിനെ വീണ്ടും കണ്ടു. അങ്ങനെ കുറെ സമയം സംസാരിച്ചിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ ഈ വാഴയിലാണ് എല്ലാ ദിവസവും ഊണ് കിട്ടും. അപ്പൊ ജബലാലി ഏരിയയിലുള്ളവര് DIPയിലൊക്കെ ആണെങ്കിൽ രതീഷിന്റെ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ മറക്കരുത് കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഒരുപാട് ടൈപ്പ് ചാർക്കോളൊക്കെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഒരു ദിവസം വൈകുന്നേരം വരണേന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടുന്ന് വിട്ടത്. പോയി നോക്കാം, ഒരു ദിവസം നമുക്ക് ഇടക്ക് ഒന്നുകൂടി പോവാം അല്ലേ?